കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, കേരളത്തിൽ AP ഉസ്താദ് എന്നറിയപ്പെടുന്ന വലിയ മനുഷ്യൻ. നോക്കൂ, കേരളത്തിന്റെ നിമിഷാപ്രിയ ഇങ്ങനെ വലിയ രീതിയിൽ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കേന്ദ്ര സർക്കാർ വഴിമുട്ടിയ അവസരത്തിൽ സുപ്രീം കോടതി പോലും ഇനി ഒന്നും ചെയ്യാനില്ലേ എന്ന് സർക്കാരിനോട് ചോദിച്ചു ക്ലോസ് ചെയ്ത ഒരു വിഷയത്തിൽ AP ഉസ്താദ് ഇടപെട്ടിരിക്കുകയല്ലേ. AP ഉസ്താദ് ഇടപെട്ടിട്ട് കൃത്യമായി ആ രാജ്യത്തെ പിടിക്കേണ്ടയാളെ, സ്വാധീനിക്കേണ്ടയാളെ പിടിച്ച് കൃത്യമായി ഇടപെടലുകൾ നടത്തി വധശിക്ഷയിൽ ഒരൽപ്പം നീട്ടിവെക്കൽ കൊണ്ടുവന്നിരിക്കുന്നു. എന്താണ് അവസാന വിധി എന്ന് നമുക്ക് ഇനിയും അറിയേണ്ടതുണ്ട്. എങ്കിൽ കൂടി ഇന്നത്തെ സമൂഹത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്നത്തെ കഴിഞ്ഞ 2014 മുതലുള്ള മോദി ഭരണകൂടത്തിൽ എന്താണ് മുസ്ലിങ്ങളെ മുഴുവനും എങ്ങനെയാണ് ചിത്രീകരിക്കാൻ ഒരു രാജ്യം ശ്രമിക്കുന്നത്, ഒരു രാജ്യത്തിന്റെ ഭരണകൂടം ശ്രമിക്കുന്നത് എന്നതില് വിപരീത കാഴ്ചയാകുന്നു AP ഉസ്താദ്. ഈ രാജ്യം മുഴുവൻ ഇന്നലെയും ഇന്നും സംസാരിക്കുകയാണ് AP ഉസ്താദിന്റെ ഇടപെടലുകളെ കുറിച്ച്. ഉസ്താദ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം കൂടിയില്ലേ, ഞാൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം വിഭജനത്തിൻ്റെതല്ല, ആ പ്രത്യയശാസ്ത്രം സ്നേഹത്തിൻ്റെതാണ്, ഇടകലരലുകളുടേതാണ്, വലിയ രീതിയിൽ ഇങ്ങനെ സ്നേഹം വിഭാവനം ചെയ്യുന്ന ഒരു മതത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ എന്ന് AP ഉസ്താദ് കുറിക്കുകൊള്ളുന്ന രീതിയിൽ പറഞ്ഞു വെക്കുമ്പോൾ പൊള്ളുന്നുണ്ട് ഈ നാട്ടിൽ ചിലർക്ക്. ആ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ചിലർ. കാരണം അവർക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവർ പറഞ്ഞു വെക്കുന്ന ഓരോ സമയത്തും അവർ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന ഒരു സമൂഹത്തെ മുഴുവൻ ഇങ്ങനെ അരികുവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആ വിഷയത്തിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് AP ഉസ്താദിന്റെ പ്രവർത്തനം എന്നുകൊണ്ട് തന്നെയാണ് അനാവശ്യമായ ക്രെഡിറ്റ് വിവാദം ഇന്ന് സംഘപരിവാർ ഉണ്ടാക്കിയെടുക്കുന്നതും. 100% ഉറപ്പിച്ചു പറയാം, എന്താണ് ഇസ്ലാം മതം എന്ന് ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിച്ച് നാടിന് മുഴുവൻ ചർച്ച ചെയ്യാൻ AP ഉസ്താദ് എന്ന വലിയ മഹാമനുഷ്യൻ ഒരിടയായി മാറിയിരിക്കുന്നു.